സാറേ, ഈ ദൂരദർശനും ആകാശവാണിയെല്ലാം സർക്കാരിന് കീഴിൽ വരുന്ന മാധ്യമ സ്ഥാപനങ്ങളാണ്. അതിനാൽ തന്നെ ഈ അധികാരവർഗത്തെ വിമർശിക്കാൻ പൊതുവെ ഈ മാധ്യമങ്ങൾ തയ്യാറാകില്ല. ആ കാലത്താണ് ഈ പ്രഭാതഭേരി എന്ന പ്രോഗ്രാമിലൂടെ ആ സമയം അദ്ദേഹം ഡയറക്ടറായിരുന്നു, കൃഷ്ണമൂർത്തി. അദ്ദേഹം ആ പ്രഭാതഭേരിയിലൂടെ ഒരു മാറ്റം കേരളത്തിൽ കൊണ്ടുവന്നത്. ആ സർക്കാരിനെല്ലാം വിമർശിക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇന്നലെ മരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഈ പ്രഭാതഭേരി എന്ന് പറയുന്നത് ആകാശവാണിയിലൂടെ ജനങ്ങളുടെ ശബ്ദമാണ്. അത് പലയിടങ്ങളിലേക്ക് പല വിഷയങ്ങളിലാണ് അത് പ്രതികരിച്ചുകൊണ്ടിരുന്നത്. അത് സർക്കാരിനെ വിമർശിക്കും, രാഷ്ട്രീയം ആണെങ്കിൽ അത്തരത്തിൽ പോകും. ഒരു 3 വ്യാഴവട്ടക്കാലമായി ആ പ്രഭാതഭേരി തുടങ്ങിയിട്ട് 1988 ആരംഭിച്ചത്. അന്ന് തിരുവനന്തപുരം നിലയത്തിൻ്റെ ഡയറക്ടർ ആയിരുന്നു NS കൃഷ്ണമൂർത്തി. കാരണം ഈ ടെലിവിഷനൊക്കെ വന്ന സമയമാണ്. ടെലിവിഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ റേഡിയോയുടെ ശ്രോതാക്കളെല്ലാം അങ്ങ് തിരിഞ്ഞു. അപ്പം റേഡിയോയൊക്കെ പൂട്ടി കെട്ടി എന്നാണ് ആൾക്കാർ ധരിച്ചു വച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥിതി ആകെ അങ്ങ് പരിങ്ങലിലായി. അപ്പോൾ ഇത് കൂടുതൽ ജനകീയമാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയായി. അപ്പോഴാണ് ഇദ്ദേഹം ഇടപെട്ടത്. ആര്? ഈ NS കൃഷ്ണമൂർത്തി. അദ്ദേഹം ഈ ഹിന്ദിയിൽ ഈ ആകാശവാണിയുടെ വടക്കേ ഇന്ത്യൻ നിലയങ്ങളിലൊക്കെ ഈ ആജ് സുബഹ് എന്ന ഒരു പരിപാടിയുണ്ട്. അത്തരത്തിലൊരു പരിപാടി അത് വളരെ ജനകീയമായിരുന്നു. ഈ ടെലിവിഷൻ വന്നപ്പോൾ റേഡിയോയ്ക്കുണ്ടായിരുന്ന ആ പ്രതിസന്ധിയൊക്കെ ഒന്ന് മാറിക്കിട്ടി. അതുപോലെ ഒരെണ്ണം എന്തുകൊണ്ട് ഇവിടെ നിന്നും ആയിക്കൂടാ എന്നുള്ളതിനെക്കുറിച്ച് കൃഷ്ണമൂർത്തി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അന്ന് നിലയത്തിലെ പ്രധാനപ്പെട്ട പ്രോഗ്രാം എക്സിക്യൂട്ടീവായ പറക്കോട് ഉണ്ണികൃഷ്ണൻ ഇതങ്ങ് ഏറ്റെടുത്തു. അങ്ങനെയാണ് ഈ ആകാശവാണിയുടെ മൈക്ക് ജനങ്ങളുടെ അടുക്കലേക്ക് എത്തുകയാണ് ചെയ്തത്. പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങളിൽ അവരുടെ അടുക്കിലെത്തുന്നു, അവരുടെ അഭിപ്രായം തേടുന്നു, അവരുടെ ശബ്ദം തന്നെ റേഡിയോയിലൂടെ പുറത്തു വരുന്നു. പറയാനുള്ള കാര്യം വളരെ തൻ്റെയിടത്തോടുകൂടി അവർ പറയുന്നത് അതേ ശബ്ദത്തിൽ തന്നെ പോവുകയാണ്. അത് ആരുടെ നേരെയും ചെല്ലും. അതിനകത്ത് ഒരു കക്ഷിയെയും അനുകൂലിച്ച് നിൽക്കുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടികളെയും പ്രീതിപ്പെടുത്താനും നിൽക്കുന്നില്ല. 1988 എന്നൊക്കെ പറയുന്ന സമയത്ത് കേന്ദ്രം ഭരിക്കുന്നത് ആരാണ്? കോൺഗ്രസ്സാണ്. അപ്പോൾ അവരുടെ ഒരു ജിഹ്വയായിരുന്നല്ലോ ഈ റേഡിയോയും ടെലിവിഷനും ഒക്കെ. അതൊക്കെ അതിനെ തിരുത്തി കുറിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ പല വെല്ലുവിളികളൊക്കെ ഉണ്ടായി. NS കൃഷ്ണമൂർത്തിക്ക് നേരിടേണ്ടി വന്നു. അതിനെ അധികാരത്തിലിരിക്കുന്നവരെ ഈ സർക്കാരിന്റെ തന്നെ മാധ്യമ സ്ഥാപനം വിമർശിക്കുന്നു. സ്വാഭാവികമായിട്ട് വിമർശനം ഉണ്ടാകും. പക്ഷെ വലിയ ജനപിന്തുണ നേടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇതിനകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതായിപ്പോയി. അധികാരികളൊക്കെ അന്തം വിട്ടിരുന്നു പോയി. ആകാശവാണിയിൽ രാവിലെ 6:30 ആകുമ്പോൾ ആകാശവാണിയുടെ പ്രഭാതഭേരിക്ക് കേൾവിക്കാർ കൂടി. ഒരു മ്യൂസിക്കും കൂടെ ഉണ്ട്. അതെ 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 അത് അറിയാമല്ലോ ശ്രീയത്തിന് അല്ലേ? അത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ അവിടെ നിൽക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ അപ്പോൾ നാട്ടിൽ എന്ത് വിഷയം ഉണ്ടായാലും ഉടൻ ആൾക്കാർ പറയുന്നത് പ്രഭാതഭേരിയെ ഇപ്പോൾ അറിയിക്കും. ആകാശവാണി എന്നല്ല പറയുന്നത്, പ്രഭാതഭേരിയെ ഇപ്പോൾ അറിയിക്കും. അപ്പോൾ പറക്കോട് ഉണ്ണികൃഷ്ണനെ ഇതിൻ്റെ ചുമതല അങ്ങോട്ട് ഏൽപ്പിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ടീം ഉണ്ടാക്കി. ആകാശവാണിയിൽ തന്നെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർ M രാജീവ് കുമാർ, അലക്സ് വള്ളക്കാലിൽ, പിന്നീട് S ഗോപാലകൃഷ്ണൻ, N വാസുദേവ്, മാധവി രവീന്ദ്രനാഥ്, ഇങ്ങനെയുള്ള ഒരു വലിയ നിര തന്നെ അങ്ങോട്ട് വരികയുണ്ടായി. ഇതിനു വേണ്ടി പ്രത്യേകം കുറച്ച് സ്ട്രിങ്ങർമാരെയൊക്കെ പല വഴികളിലായിട്ട് വിടും. ടേപ്പ് റെക്കോർഡറൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലും. ഓരോ വിഷയം നടക്കുന്നിടത്ത് അവരുടെ അഭിപ്രായം എടുക്കുകയാണ്. ഇന്ന് അതല്ലല്ലോ, ഇന്ന് ഫോണിലൊക്കെ വിളിച്ച് ചോദിച്ചൊക്കെ എടുക്കാം. മറ്റേത് അതല്ല, ആ സംഭവം നടക്കുന്ന സ്ഥലത്ത് എത്തുകയാണ് ഈ ടേപ്പ് റെക്കോർഡറും മൈക്കും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് റെക്കോർഡ് കൊണ്ടത് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങെത്തും. അന്ന് രാത്രിയൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ട് രാത്രി സമയത്തൊക്കെ ഇരുന്നാണ് എല്ലാം എഡിറ്റ് ചെയ്ത് രാവിലെ 6:30 ഇത് കയറ്റിവിടും.
പ്രക്ഷേപണം. അപ്പോൾ അങ്ങനെ വലിയ ഇത് അവസാനം വന്നു കഴിഞ്ഞപ്പോൾ ഈ കരുണാകരനൊക്കെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരനൊക്കെ ഇക്കാര്യത്തിനകത്തൊക്കെ ഒരുപാട് ഇടപെടലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അത് പിന്നെ അങ്ങനെ നടന്ന സംഭവത്തിലെ എന്താണ് വിശദീകരണം ഒക്കെ തേടിക്കൊണ്ട് പിന്നീട് വന്ന് എന്ത് ചെയ്യുന്നറിയാമോ, ഈ PRD ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സർക്കാരിനിത് കേൾപ്പിച്ചു കൊടുക്കുക. ഓരോ സ്ഥലത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലാണ് പ്രതികരിക്കുന്നത്. ഈ ഓരോ ദിവസവും രാഷ്ട്രീയക്കാർ ഭയന്നാണ് രാവിലെ എഴുന്നേക്കുന്നത്. ആരുടെ നെഞ്ചത്താണിത് കൊള്ളാൻ പോകുന്നത്? അഴിമതി ആരോപണങ്ങൾ, എന്ത് പ്രശ്നങ്ങളും ജനകീയമായ വിഷയങ്ങളിൽ ഇപ്പം എന്താ ഞാൻ ചോദിച്ചോട്ടെ, ടെലിവിഷൻ ചാനലുകളിലെ എല്ലാ മുക്കിനും കവലകളിലും ഒക്കെ പോയി നിന്ന് ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ പ്രഭാതപേരിയാണ് ഒരു കാലത്ത് ചെയ്തിരുന്നത് ആകാശവാണിയുടെ. അതിന് 100 മാർക്കും അത് കൊടുക്കേണ്ടത് ഈ NS കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന അന്നത്തെ ഡയറക്ടർക്ക് തന്നെയാണ്. ഇപ്പോഴും പ്രഭാതപേരി ഉണ്ട്, പ്രഭാതപേരി ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്, അതേ സ്വരത്തോടുകൂടി തന്നെ ചെല്ലുന്നുണ്ട്, ജനങ്ങൾ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പ്രഭാതപേരിയിലൂടെ നിരവധി പിന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഈ തോട്ടപ്പള്ളി സ്പിൽവേ. അങ്ങനെ അങ്ങോട്ട് നിരവധി പ്രശ്നങ്ങൾ, എവിടെ ഏത് പ്രശ്നം ഉണ്ടായാലും ജനങ്ങൾ അക്കാലത്ത് റേഡിയോ ശ്രോതാക്കളുടെ എണ്ണം കൂടി വരുന്നതാണ്. ഈ രാവിലെ ശ്രോതാക്കളുടെ എണ്ണം വളരെ കൂടുതലാണ്. പ്രഭാതപേരിക്ക് അതിൽ വളരെ കൂടുതലായിരുന്നു. ഈ രാവിലെ പുതിയ കാലത്ത് അത്തരത്തിൽ അതെ പുതിയ പ്രേക്ഷകർ ഉണ്ടല്ലോ, ശ്രോതാക്കൾ ഇത് കേൾക്കാൻ വേണ്ടി സമയം മാറ്റി വെക്കുന്നുണ്ട്. ഈ രാവിലെ ഓരോരുത്തരും കാത്തിരിക്കും ഇന്ന് പ്രഭാതപേരിയിൽ എന്താണ് വിഷയം, എന്നിട്ട് ഇത് എല്ലാവർക്കും കൊള്ളിച്ചുകൊണ്ട് തന്നെ പിന്നെ അവർക്കൊരു പിന്നെ പല കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചു കൊണ്ടൊരു ഒരു പിന്നെ വാക്യം കൂടി കൊണ്ടായിരിക്കും ഇത് അവസാനിക്കുന്നത്. പിന്നെ ഒരിടത്തൊരു പ്രശ്നമുണ്ടെങ്കിൽ അവിടെ പോയി എടുക്കുമ്പോൾ ഇതിൻ്റെ അധികാരികളുടെ ആ ഒരു വെർഷൻ കൂടി എടുക്കാറുണ്ട്, അവരുടെ അഭിപ്രായവും തേടും. അല്ലാതെ ഒരു ഭാഗമായിട്ട് മാത്രമല്ല, ഔദ്യോഗിക ഭാഷ്യവും തേടിയിട്ട് ഇത് ഈ ശബ്ദം പുറത്തേക്ക് വിടുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഇതിന് ആകെ ഉള്ള സമയം എന്ന് പറയുന്നത് 10 മിനിറ്റാണ്. 10 മിനിറ്റിനിടയ്ക്കാണ് ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് പിന്നെ പിന്നെ അവരുടെ ജനങ്ങളുടെ അഭിപ്രായവും കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്, ഇത് എത്തേണ്ടിടത്ത് ഇത് എത്തിയിരിക്കുമെന്നുള്ളതാണ്. പ്രഭാതപേരി വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമില്ല, അത് വേണ്ടപ്പെട്ടവർ കേട്ട് കഴിഞ്ഞു എന്നാണ്. പിന്നീട് എന്താണ്, ആകാശവാണിയിൽ പിന്നെ ഈ വിഷയം കുറിച്ച് ഞങ്ങളുടെ നാട്ടിൽ ഇന്ന പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ നിരന്തരം അങ്ങോട്ട് കത്തുകൾ അയക്കുക. മൊബൈലൊന്നും ആയിട്ടില്ലല്ലോ, ലാൻഡ് ഫോണിൽ മാത്രമാണ് വരുന്നത്. അത്തരത്തിലുള്ള ഫോൺ കോൾ വരുന്നു, പിന്നെ കത്തുകൾ വരുന്നു, ഞങ്ങളുടെ ഇന്ന പ്രശ്നമുണ്ട്. ആകാശവാണി ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു അതെ ഈ കൃഷ്ണമൂർത്തിയുടെ ഒരു ഇടപെടൽ കൊണ്ട് റേഡിയോ അങ്ങനെ ഈ ടെലിവിഷനെ പോലും അതിജീവിച്ചുകൊണ്ട് ആ ഒരു പ്രതാപകാലം വീണ്ടെടുത്തു എന്നുള്ളതാണ്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ജനങ്ങളുടെ ശബ്ദമാണ് വരേണ്ടത് എന്നുള്ളത് തെളിയിച്ചു കൊടുത്തതാണ് പ്രഭാതപേരി.